ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോണീസ്ഡ്രീമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കേക്കാണ്. ഫ്രൂട്ട്സ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫ്രൂട്ട്സ് കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് മുന്തിരി, കുറച്ച് ക്രാൻബെറീസ്, കുറച്ച് ബദാം, പിന്നെ ചെറി, ഇത്ര എടുത്തിരിക്കുന്നത്. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരുന്ന 225 ഗ്രാം ബട്ടറാണ്. ഇനി ഞാൻ ലൈറ്റ് ബ്രൗൺ ഷുഗർ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രാൻബെറീസ് ഒരു 200 ഗ്രാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. റമ്മോ, വാട്ടർ, ബ്രാൻഡി ഏത് വേണേലും ആഡ് ചെയ്യാം. 180 ml ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം നന്നായിട്ട് സോഫ്റ്റായി വരണം. ഒരു 4-5 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് നല്ല സോഫ്റ്റായി വരും. നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കണം. നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. നമുക്കൊരു കേക്ക് ടീൻ്റെ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ അപ്ലൈ ചെയ്യണമെന്നില്ല. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ, നമ്മൾ മൈദപ്പൊടി ഒരു 228 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ൻ്റെ തൊലി പീൽ ചെയ്തെടുത്തത്, നാരങ്ങയുടെ തൊലി പീൽ ചെയ്തത്, പിന്നെ സിനാമൺ, എന്തോരാന്ന് പറയാവേ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. 225 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ സിനാമൺ പൗഡർ. പിന്നെ ഞാനിവിടെ കളർ കിട്ടാൻ വേണ്ടി ഒരു 1 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുത്തത്, നാരങ്ങയുടെ തൊലി പീൽ ചെയ്തെടുത്തത്. ഒരു ഓറഞ്ചിൻ്റെ ഒരു നാരങ്ങയുടെ തൊലിയാണ് ഞാൻ പീൽ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് വേണം. ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരി ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയും ആൽമണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബീറ്റ് വെച്ച് നമ്മുടെ എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓവനിൽ വയ്ക്കാം. ഒരു 370 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 60-70 മിനിറ്റ് ആകുമ്പോൾ നോക്കണം ആയോന്ന്. എനിക്കിവിടെ 70-75 മിനിറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ മേൽവശമൊക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ജാം, ഏതെങ്കിലും ഒരു ജാം, ഒരു 1 ടീസ്പൂൺ ഇച്ചിരി വാം വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി നല്ല സോഫ്റ്റ് ആവും. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.